My dear students, good morning. Good morning to all. അപ്പോൾ നമ്മളിങ്ങനെ പല വർക്ക് ഡിജിറ്റൈസേഷൻ, വെക്ടറൈസേഷൻ ബോത്ത് ആർ സെയിം. ഡിജിറ്റൈസേഷൻ ചെയ്തു, വെക്ടറൈസേഷൻ ചെയ്തു, റൈറ്റ്. ജിയോ റെഫറൻസിങ് കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ ഒരു വർക്കായിട്ട് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറിയാലോ. ചില ബാച്ച് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു, ചില ബാച്ചിൽ മെജോറിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാനത് പല നിർദ്ദേശങ്ങളും നൽകിയിരുന്നു, പക്ഷെ നിങ്ങളത് എന്താണ്, അവധികളാണെങ്കിൽ കൂടി കൂടി വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ അവധി അറിയാലോ, അവധിയാണ് കൂടുതൽ. ക്ലാസ്സുകളുടെ പ്രാക്ടിക്കൽ ക്ലാസ് നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായി നമുക്ക് അങ്ങനെ പ്രാക്ടിക്കൽ കിട്ടിയിട്ടില്ല, അറിയാലോ. മഹാനവമി, വിജയദശമിയുടെ ഒക്കെ അവധിയായിരുന്നു. അപ്പോ ഇന്ന് ഞാൻ രണ്ട് കാര്യങ്ങൾ ആണ് കാണിക്കുന്നത്. ഒന്ന് ആട്രിബ്യൂട്ട് എഡിറ്റിംഗ്, പിന്നൊന്ന് എങ്ങനെയാണ് ഒരു ഡാറ്റ അതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതാണ് ആട്രിബ്യൂട്ട് എഡിറ്റിംഗ്. അതായത് ഒരു ടേബിളിൽ അഡീഷണൽ കോളം ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതെങ്ങനെയാണ് ഒരു ക്ലോറോപത്ത് മാപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഞാൻ പറഞ്ഞു സ്നാപ്പിംഗ് ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. ഇത് കണ്ടോ, സ്നാപ്പിംഗ് ചെയ്തത് പ്രോപ്പർ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ. അതില് അഡീഷണൽ സിൽവർ പോളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിൽവർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ ലൈൻ വരുന്നത് കണ്ടോ. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് എവിടെയെങ്കിലും അഡീഷണൽ ഇതൊന്നും വന്നിട്ടില്ല, കൃത്യമായിട്ട് ജോയിന്റ് വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, റൈറ്റ്. ഞാനത് സ്നാപ്പിങ്ങിന്റെ പറഞ്ഞു, വെക്ടറൈസേഷനിൽ വളരെ ശ്രദ്ധയോടെ ചെയ്യണമെന്ന് പറഞ്ഞു, ജിയോ റെഫറൻസിങ് വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ജിയോ റെഫറൻസിങ്ങിന്റെ മുകളിൽ ചെയ്തിട്ടുള്ള റാസ്റ്ററിൽ നിന്നാണ് വെക്ടർ എടുക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ജില്ല കാണാവുന്നതാണ്, കാസർഗോഡ്, കണ്ണൂർ അല്ലെ, 14 ഡിസ്ട്രിക്ട്. ഇതിപ്പോ നിങ്ങൾ ഇത് കണ്ടോ, ഇതിലിങ്ങനെ വോയിസ് വിട്ടേക്കാം ബാക്ക്ഗ്രൗണ്ടിൽ. കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട്. ഇത് കറക്റ്റ് ആണെങ്കിൽ ഇതിങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇതായി പോവും കേട്ടോ, അതിങ്ങനെ കറക്റ്റ് ആവാതെ. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിന്റെ സിംബോളജി, നമുക്ക് ഇതിങ്ങനെ ഇതിന്റെ സിംബോളജി കാണാവുന്നതാണ്. ഈ സിംബോളജി ഓപ്ഷൻസിൽ നിന്നാണ് നമ്മൾ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്, റൈറ്റ്. ഇത് ലേബിളിംഗ് ഓപ്ഷൻ ആണ്, സിംബോളജി ഓപ്ഷൻ. അപ്പൊ നമുക്ക് ഈ ലേബിൾസ് കാണിക്കാനായിട്ട് ഇതാണ് അതിൽ ഷോ ലേബിൾസ്. ഇതിങ്ങനെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അത് കാണൂല. ഇതിങ്ങനെ ഓൺ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ലേബിളിംഗ് കാണാം. ഇങ്ങനെയാണ് ലേബിളിംഗ്. പിന്നെ ഇതിന്റെ ആട്രിബ്യൂട്ട് ടേബിൾ, ഇപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആട്രിബ്യൂട്ട് ടേബിൾ കാണുന്നതിന് ഇതുണ്ട്, ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ. ഇതിങ്ങനെ കാണാവുന്നതാണ്. ഇതിങ്ങനെ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ. അപ്പൊ ഇതിൽ ഒബ്ജക്ട് ഐ ഡി, ഇതിപ്പോ ഞാൻ അഡീഷണൽ ആയിട്ട് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ POP എന്ന് പറഞ്ഞൊരു അഡീഷണൽ കോൾ ഇട്ടതാണ്. ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതാണ് ആട്രിബ്യൂട്ട് എഡിറ്റിംഗ്, ആട്രിബ്യൂട്ട് ടേബിൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലേബിൾ എങ്ങനെയാണ് കാണിക്കുന്നത് കണ്ടു. ആട്രിബ്യൂട്ട് ടേബിൾ എങ്ങനെയാണ് ഇതാക്കുന്നത്, എങ്ങനെയാണ് എടുക്കുന്നത്, ആട്രിബ്യൂട്ട് ടേബിൾ എങ്ങനെയാണ് കാണിക്കുന്നത്, അത് പ്രോപ്പർട്ടി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആട്രിബ്യൂട്ട് ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാവുന്നതാണ്. ഷോ യു വൺസ് മോർ. ഞാൻ എടുക്കുക, ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ. കണ്ടോ, അങ്ങനെ ആട്രിബ്യൂട്ട് ടേബിൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് ഞാൻ അഡീഷണൽ കോൾ ഇട്ടതാണ്, ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നതായിരിക്കും, റൈറ്റ്. ദെൻ എങ്ങനെയാണ് ലേബിൾ കാണിക്കുന്നത്, അഗൈൻ വൺസ് മോർ, ഷോ ലേബിൾ, ഷോ ലേബിൾ. കണ്ടോ, അപ്പൊ അത് ലേബിൾ വരും. ലേബിളിംഗ് ഓപ്ഷൻ, ഇനിയിപ്പോ കൂടുതൽ ലേബിളിംഗ് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോവുക, പ്രോപ്പർട്ടി പോവുക, ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇൻഫർമേഷൻസ് കാണാം, ഇതിന്റെ സോഴ്സ് കാണാം, എവിടെയാണ് വെച്ചിരിക്കുന്നത്, സിംബോളജി, ലേബിൾ. കണ്ടോ, ഇതില് ഡിസ്ട്രിക്ട് നെയിം, നമ്മൾ ഏതൊക്കെ കോളാണ് കൊടുത്തിരിക്കുന്നത് അത്
ഇതിലിങ്ങനെ കാണാൻ പറ്റും. ഇതിങ്ങനെ കൊടുക്കുക, ഇതിങ്ങനെ അപ്ലൈ. ഓക്കെ, ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇറ്റ് വിൽ ഡിസ്പ്ലേ ദി ലേബിൾസ്. ലേബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിക്റ്റിന്റെ പേരാണ്. സ്നാപ്പ് ചെയ്തൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. നമ്മൾ വളരെ കുറച്ച് സമയം എടുത്ത് കുറച്ച് സ്ലോലി ചെയ്യണം. ഇതൊരു GIS ഒരു ദിവസം കൊണ്ട് പഠിക്കാവുന്നതല്ല, ഞാൻ വർഷങ്ങളെടുത്താണ് പഠിച്ചത്. നിങ്ങളും GIS കുറച്ച് സ്ലോലി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൽ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ അഡീഷണൽ ഒരു കോളം ഇടാൻ പോവാണ്. റൈറ്റ്, എങ്ങനെയാണ് കോളം ഇടുന്നത് നോക്കാം. അഗെയിൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇത് തന്നെ സെലക്ട് ചെയ്യുക, കേരള. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടി പോവുക, സിംബോളജി, ലേബിൾ, ഓരോ കാര്യങ്ങളാണ് ഇതിൽ ഫീൽഡ് പോവുക. ശ്രദ്ധിക്കുക, ഇതിന്റെ എഡിറ്റിംഗ് ഓപ്ഷൻ എല്ലാം കൃത്യമായിട്ട് ഓഫ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് ഓൺ ആണെങ്കിൽ അത് വേറെ ചില പ്രശ്നങ്ങൾ വരും. ഇത് കണ്ടോ, ടോഗിൾ എഡിറ്റിംഗ് മോഡ്, ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ഫീൽഡിൽ പോവുക, ഫീൽഡിൽ പോയിട്ട് ടോഗിൾ എഡിറ്റിംഗ് മോഡ് വേണ്ട, ഈ മറ്റേ പെൻസിലിന്റെ സിമ്പിൾ കാണുന്നുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. ദാറ്റ് ഈസ് എഡിറ്റിംഗ്. റൈറ്റ്, ഇതെന്താ കണ്ടോ, ന്യൂ ഫീൽഡ്, അതിന്റെ ആദ്യത്തെ കാണുന്നത് ന്യൂ ഫീൽഡിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ കൊടുക്കേണ്ട കോളത്തിന് പേര് കൊടുക്കുക. അപ്പോ ഞാൻ പോപ്പുലേഷൻ എന്നാണ് കൊടുക്കുന്നത്. POPULAT പോപ്പുലേഷൻ. പോപ്പുലേഷൻ കൊടുത്താൽ മതി. പോപ്പുലേഷൻ. റൈറ്റ്. അതിന്റെ ഇന്റീജർ അല്ല, നമുക്ക് ഡെസിമൽ നമ്പർ കൊടുക്കുക. അപ്പോഴാണെങ്കിൽ ഇങ്ങനെ ഈ പോയിന്റ് ഇട്ടിട്ടുള്ള അതും തടസ്സം ഉണ്ടാവില്ല. അത് എന്ത് കോളമാണ് വേണ്ടത്, അത് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചില സമയത്ത് നമുക്ക് അഡീഷണൽ ഇത് ഇടണമെങ്കിൽ ഇടാം. ഇതിൽ ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ് വെച്ചാൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്ന ടൈപ്പ് പേരോ, ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് ആയിരിക്കുമല്ലോ. ഡേറ്റ് വേണമെങ്കിൽ ഇത് ചില ഡാറ്റയിൽ നമ്മൾ ഡേറ്റ് ആയിരിക്കും കൊടുക്കുക. എന്താണ് വേണ്ടത് അതിങ്ങനെ സെലക്ട് ചെയ്യുക. ഇന്റീജർ ആണ് ഏറ്റവും ഡാറ്റയുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്. അതിന്റെ 32 ബിറ്റ്. ഡെസിമൽ നമ്പർ ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പോപ്പുലേഷൻ POPPU പോപ്പുലേഷൻ കൊടുത്തു. ഓക്കെ കൊടുക്കുക. കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കുന്നു. അഗൈൻ ഈ ടോഗിൾ എഡിറ്റിംഗിൽ ക്ലിക്ക് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. റൈറ്റ്, ഇതിന് അഡീഷണൽ ഒരു കോളം വന്നു. ഇത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് അഗൈൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതില് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ. ഇതിൽ നിങ്ങൾക്ക് 2 കോളം കാണാവുന്നതാണ്. അത് ഞാൻ കുറച്ചു നേരം മുമ്പ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. ഇതിലിങ്ങനെ ഇതിൽ ഒരെണ്ണം നമുക്ക് ആവശ്യമില്ല, അപ്പൊ ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. ഞാനത് ഡിലീറ്റ് ചെയ്തു. റൈറ്റ്, നമുക്ക് ഒരെണ്ണം മതി, ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. സേവ് ചെയ്തു. റൈറ്റ്, അപ്പൊ എങ്ങനെയാണ് ഇതിൽ ഡാറ്റ എൻ്റർ ചെയ്യുന്നത്? നമ്മളിത് എഡിറ്റ് ഒന്നുകൂടെ എടുക്കാം. എഡിറ്റിംഗ് ഓഫ് ചെയ്തേക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എഡിറ്റ് ചെയ്യാണ്. സോ ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാവുന്നതാണ് ടോഗിൾ എഡിറ്റിംഗ് മോഡ്. കണ്ടോ, എന്റെ മൗസിന്റെ പോയിന്റർ പോകുന്നത് നോക്കുക. എങ്ങനെ എഡിറ്റിംഗ് കൊടുക്കുന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ ഏത് കോളവും എഡിറ്റ് ചെയ്യാം. ഞാനിതിങ്ങനെ ജസ്റ്റ് ഒരു നമ്പർ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. റൈറ്റ്, നമുക്ക് പോപ്പുലേഷൻ, ഇത് എക്സാക്ട് നമ്പർ അല്ല, നിങ്ങൾക്ക് ഒരു ഇപ്പൊ എക്സാമിന് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഇത് തരും, ഒരു നമ്പർ തരും. അത് നിങ്ങൾ ഇതേപോലെ അഡീഷണൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ കൊടുക്കുകയാണ്, ഞാൻ വെറുതെ ഒരു നമ്പർ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടാ. വെറുതെ
ഒരു നമ്പർ കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. കൊടുക്കുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു നമ്പർ ഇങ്ങനെ വെറുതെ ഒരു നമ്പറാണ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ എന്താണോ ഡാറ്റ തരുന്നത് ആ നമ്പർ കൊടുക്കാൻ ശ്രമിക്കുക. ശ്രമിക്കാന്നല്ല, എക്സാമിന് അങ്ങനെ നമ്പർ അവരെന്താണോ തരുന്നത് അതാണ് കൊടുക്കേണ്ടത് കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയവര് തരുന്നത്, അങ്ങനെ നമ്മളൊരു പോപ്പുലേഷൻ ഡാറ്റ എങ്ങനെ എൻ്റർ ചെയ്യുക, അതാണ് ആട്രിബ്യൂട്ട് എഡിറ്റിംഗ്. റൈറ്റ്. കൊടുക്കുന്നു, അഗെയിൻ കൊടുക്കുന്നു. അപ്പൊ നമ്മളിത് ഇത്ര എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇതിങ്ങനെ സേവ് ചെയ്യാം. കണ്ടോ എന്തായി, നമുക്കിതില് ഡാറ്റയായി. റൈറ്റ്. ഇപ്പോ ഇത് പോപ്പുലേഷൻ ആയി. ഇനി ഇത് എങ്ങനെയാണ് ഇത് വിഷ്വലൈസ് ചെയ്യുക അല്ലെ? നമ്മൾ അഗൈൻ ആട്രിബ്യൂട്ട് ടേബിൾ എടുത്തു കഴിയുമ്പോൾ ഇവിടെ പോപ്പുലേഷൻ ഡാറ്റ ആയി. ഇതെങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. അഗൈൻ നമ്മൾ ഈ കേരള എന്നുള്ള ഈ ഫയലിൽ പോളിഗണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസിൽ സിംബോളജി, സിംബോളജി എടുത്തിട്ട് നമ്മൾ കോറോപ്ലത്ത് മാപ്പിംഗ് എന്താണ്, കോറോപ്ലത്ത് എന്താണ്, കോറോക്രോമാറ്റിക് എന്താണ്, കോറോ സ്കിമാറ്റിക് എന്താണ്, ഓരോ ഐസോപ്ലത്ത് മാപ്പിംഗ് എന്താന്നൊക്കെ നമ്മൾ കാർട്ടോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കോറോപ്ലത്ത് മാപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്, പോപ്പുലേഷൻ വിഷ്വലൈസ് ചെയ്യുന്നത്. റൈറ്റ്. നമ്മൾ ഇത് എടുത്തിട്ട് ഇതില് സിംഗിൾ സിമ്പിൾ മാറ്റിയിട്ട് ഗ്രാജുവേറ്റ് ഇവിടെ ഉണ്ടോ, ഓരോ കാറ്റഗറി ഉണ്ട്, അതിൽ ഗ്രാജുവേറ്റ് അത് കൊടുക്കുന്നു. അതിൽ ഇവിടെ എന്താണ് വാല്യൂ ചെയ്യണ്ട, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആട്രിബ്യൂട്ട് ടേബിളിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്. ഒബ്ജക്റ്റ് ഐ ഡി ഉണ്ട്, പോപ്പുലേഷൻ. നമ്മൾ ഗ്രാജുവേറ്റഡ് എടുക്കുന്നു, ഗ്രാജുവേറ്റഡ് കളേഴ്സ് എടുക്കുന്നു, പോപ്പുലേഷൻ സെലക്ട് ചെയ്യുന്നു. റൈറ്റ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കളർ സ്കീം ചൂസ് ചെയ്യുന്നു. ഏത് കളർ സ്കീമാണോ വേണ്ടത് ചൂസ് ചെയ്യാം. റൈറ്റ്. ക്ലാസിഫൈ. നമുക്ക് ഇതിന്റെ ഈ കളർ സ്കീം ഒന്ന് നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഇതില് നമുക്ക് ഇതിന്റെ സ്കീം ഒന്ന് മാറ്റേണ്ടതുണ്ട്. ഗ്രാജുവേറ്റഡ് സിമ്പിൾ ഇതില് ഗ്രാജുവേറ്റ് എടുക്കുന്നു, ഇതില് പോപ്പുലേഷൻ എടുക്കുന്നു, താഴെ നോക്കുക ക്ലാസിഫൈ. കണ്ടോ, അത് എന്ത് കാറ്റഗറിയാണ്, ഈക്വൽ ഇന്റർവെൽ ഉണ്ട്. നമ്മൾ പൊതുവെ എടുക്കുന്നത് ഒരു മിനിറ്റ് നോക്കട്ടെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, നാച്ചുറൽ ബ്രേക്സ്, ഇത് തന്നെ കോൺടൈൽ മെത്തേഡാണ് എടുക്കുക. കണ്ടോ, ഇത് ക്ലാസിഫൈ ചെയ്തു. അതിന്റെ ഹിസ്റ്റോഗ്രാം കാണണമെങ്കിൽ കണ്ടോ, അതിന്റെ ഹിസ്റ്റോഗ്രാം വന്നു. കണ്ടോ, റൈറ്റ്. നമ്മൾ ക്ലാസസ് ആയിട്ട് തിരിച്ചു, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. കണ്ടോ,
ഇതൊരു കോറോപ്ലത്ത് മാപ്പായി. നമ്മൾ കേരളത്തിന്റെ പോപ്പുലേഷന് ഡിഫറെന്റ് കളർ സ്കീം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇത് ഇപ്പൊ എത്ര ക്ലാസ് ഉണ്ട്? 5 ക്ലാസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഓരോ ഇതനുസരിച്ച് അഗൈൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടി പോയി കഴിഞ്ഞാൽ എത്ര ക്ലാസ് വേണം. ഇതിപ്പോ 5 ക്ലാസ്സിന് പകരം 6 ആക്കണം. ഇതുണ്ട് താഴെ, ഇതുണ്ട്. എന്റെ ഈ മൗസ് പോയിന്റർ നോക്കുക, 7, 8 എത്ര ക്ലാസ് ആണെങ്കിലും ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. പൊതുവെ 6 ക്ലാസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഹൈ, വെരി ഹൈ, ഹൈ, മോഡറേറ്റ്, ലോ, വെരി ലോ, 5 ക്ലാസ്. അല്ലെങ്കിൽ ഹൈ, മോഡറേറ്റ്, ലോ, 3 ക്ലാസ്. അങ്ങനെ നമ്മുടെ പർപ്പസ് അനുസരിച്ച് എന്ത് ചെയ്യുക, അവിടെ ക്ലാസ് കൊടുക്കുക. അപ്പൊ ഞാനിത് 5 ക്ലാസ് ആയിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. 5 ക്ലാസ് ആയിട്ട് കൊടുക്കുന്നത്. ഇതിന്റെ ഇതുണ്ട് താഴെ ക്ലാസ്. ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ സ്റ്റൈല് വേണ്ടത്, ഓരോ കളർ നമുക്ക് ആവശ്യമുള്ള കളറ് ഇതാണ്ടോ, ഇഷ്ടം പോലെ കളർ സ്കീം ഉണ്ട്. ഇതിൽ ഏതാണ് വേണ്ടത് അതെടുക്കുക. കളർ സ്കീം മാറി. അപ്പൊ ഈ കളർ സ്കീം കോറോപ്ലത്ത് മാപ്പ് അല്ല. റൈറ്റ്. കോറോപ്ലത്ത് മാപ്പ് എന്ന് പറഞ്ഞാൽ സെയിം കളറ്, എന്താ പറയാ, ഒരു ഒരു ഇതുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു കളറിന്റെ അതിന്റെ സെയിം ഷെയ്ഡ് തന്നെ കൊടുക്കണം. റൈറ്റ്. ഞാന് ഏത് കളറാണ് കൊടുക്കുന്നത്? നമുക്ക് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ റോസ് കളർ ചൂസ് ചെയ്യാം. റൈറ്റ്. പ്ലേ. ഓക്കെ. കണ്ട, ഒരു കളറിന് തന്നെ ഡിഫറെന്റ് ഷെയ്ഡ്സ്. റൈറ്റ്. അപ്പോ ആട്രിബ്യൂട്ട് എഡിറ്റിംഗ് എങ്ങനെയാണ് ഒരു കോറോപ്ലത്ത് മാപ്പ് ഉണ്ടാക്കുന്നത്? റൈറ്റ്. നോക്കിയത് കേട്ടോ, OSMന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേണ്ട രസമായിട്ട് കാണാം. നിങ്ങൾ OSM നോക്കണ്ട, നിങ്ങൾ നമുക്ക് ഇതൊരു അഡീഷണൽ പ്ലഗിൻ ഉണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഇത് കുറച്ച് നമുക്ക് ഇതിന്റെ ട്രാൻസ്പെറൻസി ലെവൽ ഒന്ന് മാറ്റം വരുത്തുക. അപ്പൊ പ്രോപ്പർട്ടീസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പ്രോപ്പർട്ടീസ്, ഇതിന്റെ ട്രാൻസ്പെറൻസി ലെവൽ നമ്മളൊന്ന് മാറ്റി കഴിഞ്ഞാൽ, എവിടെ ട്രാൻസ്പെറൻസി എങ്ങനെ മാറ്റുക? ട്രാൻസ്പെറൻസി ലെവല് ലൈറ്റിന്റെ ഫോർമാറ്റ്. ഹിസ്റ്റോഗ്രാം എടുത്ത്, സോറി, ട്രാൻസ്പെറൻസി ലെവല്. ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് ട്രാൻസ്പെറൻസി ഇങ്ങനെ തന്നെ കടന്നോട്ടെ. ഇതിന്റെ ഹിസ്റ്റോഗ്രാം ലോഡ് ചെയ്തു. നമ്മള് റൈറ്റ് വേണ്ട, കേരളത്തിന്റെ പോപ്പുലേഷൻ. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ പോപ്പുലേഷൻ ആയിരിക്കാം, ചിലപ്പോൾ അഗ്രികൾച്ചർ ആയിരിക്കാം, ചിലപ്പോൾ റൈസ് പ്രൊഡക്ഷൻ ആയിരിക്കാം, എന്തെങ്കിലും ഒരു ഡാറ്റ ആയിരിക്കും. അപ്പൊ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള കളർ സ്കീം എടുത്തിട്ട് നമുക്ക് ഇതേപോലത്തെ മാപ്പ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കളർ സ്കീം അനുസരിച്ച് ഇതിന്റെ ഒരു വ്യത്യാസം എങ്ങനെയാണെന്ന് ഇവിടെ കാണാൻ സാധിക്കും. റൈറ്റ്. അപ്പോ ഇതിങ്ങനെ സൂം ചെയ്ത് വെക്കാം. റൈറ്റ്. കണ്ട, അപ്പോ ആട്രിബ്യൂട്ട് എഡിറ്റിംഗ്, കോറോപ്ലത്ത് മാപ്പ് ഉണ്ടാക്കും. മാപ്പ് പ്രിപ്പറേഷൻ, എങ്ങനെയാണ് ഒരു കോറോപ്ലത്ത് മാപ്പ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അഡീഷണൽ ഒരു ഫീൽഡ് ഇട്ടിട്ട് ഡാറ്റ എൻ്റർ ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. ഞാൻ അഗെയിൻ പറയാണ്, നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ മാത്രം ഇരുന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. വർക്ക് അഡീഷണൽ ടൈം കിട്ടുമ്പോൾ ചെയ്ത് തീർക്കുക. അപ്പോ വീഡിയോയിൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ ചില സമയത്ത് ചോദിക്കുന്നത് പല കാര്യങ്ങളും തീരെ ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആദ്യം ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോ ഞാൻ ഈ വർഷം മുതലാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തുടങ്ങിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം കാണിച്ചു തന്നിട്ടൊന്നും പലർക്കും അത് ക്ലിയർ ആവുന്നില്ല. ഇതിപ്പോ ക്ലാസ്സിൽ വരാത്തവർക്ക് പോലും എന്ത് ചെയ്യുക, വീഡിയോ നോക്കിയിട്ട് പഠിക്കാവുന്നതാണ്, ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഫ്രീ ടൈം കിട്ടുമ്പോൾ
വീഡിയോ ലെസൺ വെച്ചിട്ട് ചെയ്തു നോക്കുക. അപ്പൊ നമ്മൾ ജിയോ റെഫറൻസിങ് കഴിഞ്ഞു, വെക്ടറൈസേഷൻ പലരും ചെയ്തിട്ടില്ല, പലരുടെയും ജിയോ റെഫറൻസിങ് കറക്റ്റ് ആയിട്ടില്ല. ഇതെന്റെ സ്നാപ്പിംഗ് കഴിഞ്ഞു, ആൻഡ് ഇറ്റ് ഈസ് മൈ 4th and 5th lesson. It is about attribute editing and 4O+ mapping. So thanks for watching. I'm waiting for your feedback. Thank you. Thanks a lot.